സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. 10 പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്കിൽ വിവിധ മേഖലകളിലെ തൊഴിലാളികൾ ഭാഗമായി. കേന്ദ്ര സർക്കാർ അനുകൂല ട്രേഡ് യൂണിയനായ BMS പണിമുടക്കിന്റെ ഭാഗമല്ല. അധ്യാപകരും ജീവനക്കാരും INTUC, CITU, AITUC, HMS, AIUTUC തുടങ്ങിയ യൂണിയനുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത്. പണിമുടക്ക് ജില്ലയിൽ ഹർത്താലിന്റെ പ്രതീതിയാണ് സൃഷ്ടിച്ചത്. KSRTC കൂടി പണിമുടക്കത്തിന്റെ ഭാഗമായതോടെ ജില്ലയിലെ ഉൾനാടുകളിലേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. പണിമുടക്കിയ തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനവും നടത്തി. പണിമുടക്കത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾക്കെതിരായിട്ടാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം തൊഴിലാളികളും ഒന്നായി ചേർന്ന് ഇത്തരമൊരു ദേശവ്യാപകമായ പണിമുടക്ക് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളി ദ്രോഹ നടപടികൾ ഒന്നൊന്നായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ പരമ്പരാഗതമായി നിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കോർപ്പറേറ്റുകൾക്ക് തീരെ കൊടുക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. BSNL-ഉം ഇന്ത്യൻ നേവി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും തകർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകും. അധ്വാനിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്ന നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇനി ഒരു മേഖലയിലും സ്ഥിരം തൊഴിലാളി എന്ന ഒരു സംവിധാനം തന്നെ ഇല്ല എന്നാണ് പുതിയ തൊഴിൽ നിയമത്തിൽ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം.